ഇന്ന് നമുക്ക് IPO ലഭിക്കാനുള്ള ചാൻസ് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നുള്ളത് നോക്കാം. നിങ്ങൾക്കറിയാം, നല്ല IPOs ആണെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ബെഡ് വരും, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെയുള്ള IPOക്ക് വലിയ ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എത്ര അപ്ലൈ ചെയ്താലും മിക്കവാറും കിട്ടുന്നത് സിംഗിൾ ലോട്ടായിരിക്കും. അതും തന്നെ എല്ലാവർക്കും കിട്ടില്ല, കുറച്ച് പേർക്ക് മാത്രമേ ലഭിക്കൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മിനിമം ക്വാണ്ടിറ്റി പല അക്കൗണ്ടുകളായിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും മറ്റും പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെക്കുക. എല്ലാ അക്കൗണ്ട് വഴി മിനിമം ക്വാണ്ടിറ്റി നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ ലഭിക്കാനുള്ള ചാൻസും അതുവഴി വർദ്ധിക്കും. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ലൊരു IPO ആണെങ്കിൽ അതിൻ്റെ കട്ട് ഓഫ് പ്രൈസ് അല്ലെങ്കിൽ ഹയർ പ്രൈസ് ബാൻഡിൽ തന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കട്ട് ഓഫ് പ്രൈസിന് അപ്ലൈ ചെയ്താലും ഇപ്പോൾ ലോവർ പ്രൈസിനാണ് ലിസ്റ്റ് ചെയ്യുന്നുള്ളെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പൈസ നമുക്ക് റീഫണ്ട് കിട്ടും. ഇനി നമ്മൾ ബാങ്ക് SBI വഴി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൺഫേം ചെയ്യുക, DP ID മറ്റു കാര്യങ്ങളും. ഇനി ചില IPOകളിൽ ഇൻവെസ്റ്റർ കോട്ട ഉണ്ടാവാറുണ്ട്. അത്ര IPOകളിൽ ആ ഒരു IPOക്ക് മുമ്പ് ഒരു ഷെയറെങ്കിലും ആ കമ്പനിയുടെ വാങ്ങി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റർ കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ ഒരു IPO കിട്ടാനുള്ള ഒരു ചാൻസ് കൂടി വർദ്ധിപ്പിക്കാൻ പറ്റും.